നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു കഥ ആയിട്ടാലോ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവർ കയറി കാണുകയും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. അങ്ങനെ നാളത്തെ കഥയില് ചന്ദ്രമതിയൊക്കെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. കാരണം സച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പോരാത്തതിന് നീലിമയും കൂടെ വിളിച്ചു സാക്ഷിയായിട്ട്. നീലിമ അങ്ങോട്ടേക്ക് വരൂന്നും ശ്രുതിക്കും എതിരായിട്ട് പറയുമെന്നൊന്നും ശ്രുതി സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ല. സച്ചി സത്യങ്ങൾ കണ്ടെത്താനൊക്കെ ശ്രമിച്ചെങ്കിലും ഒരുപക്ഷെ സച്ചിനെ എങ്ങനെയാലും പറഞ്ഞു പറ്റിക്കാം. അമ്മ അതൊക്കെ വിശ്വസിച്ചോളും എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു ശ്രുതിയുടെ മനസ്സിൽ. പക്ഷെ നീലിമയെ കണ്ടതോട് കൂടിയിട്ട് അവരുടെ എല്ലാ ആത്മവിശ്വാസവും ഇല്ലാതായിപ്പോയി. എന്ത് ചെയ്യണമെന്നറിയില്ല. നീലിമ വന്നിട്ട് തെളിവ് സഹിതം കാണിക്കുന്നുണ്ട്. ഇവര് എന്റെ നിന്ന് പണം വാങ്ങിയായിരുന്നു. തിരികെ 53 ലക്ഷം രൂപ വാങ്ങിയായിരുന്നു. 50 ലക്ഷം രൂപയാണ് ഇവന്റെ കയ്യിൽ നിന്ന് ഞാൻ എടുത്തോണ്ട് പോയത്. പക്ഷെ 53 ലക്ഷം രൂപ വാങ്ങി. ആ 3 ലക്ഷം രൂപ പലിശ ചേർത്ത് വാങ്ങാൻ പറഞ്ഞ ശ്രുതിയാണ്. ശ്രുതിയെക്കാളും വലിയ ഫ്രോഡാ ശ്രുതി എന്ന് പറഞ്ഞു. ശ്രുതിക്ക് അത് കേട്ട് കഴിഞ്ഞപ്പോ വല്ലാത്തൊരു നാണക്കേടായി. അപ്പോഴേക്കും സച്ചി വെച്ചു, അല്ല ആ പണം കൊടുത്തെന്ന് ഞാൻ പറഞ്ഞിട്ട് ഇവിടെ ആരും വിശ്വസിക്കുന്നില്ല നീലിമെന്ന് പറഞ്ഞു. തെളിവ് എന്റെ പക്കലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ആ കൊടുത്തതിന്റെ തെളിവ്, സൈൻ ചെയ്തതിന്റെ തെളിവൊക്കെ അതും പോരാഞ്ഞിട്ട് സച്ചിയുടെ സൈനും കാര്യങ്ങളൊക്കെ സച്ചി പറഞ്ഞു അന്ന് ഞാൻ സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കില് ഈ കാര്യത്തിനാണ് ഞാൻ സൈൻ ചെയ്തതെന്നൊന്നും എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല. നീലിമ എന്നോട് ഒന്ന് സാക്ഷിയായിട്ട് സൈൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ സൈൻ ചെയ്ത് കൊടുക്കുകയും ചെയ്തു. പക്ഷെ ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. അതും പോരാഞ്ഞിട്ട് നീലിമയുടെ അക്കൗണ്ടിൽ നിന്ന് ശ്രുതിയുടെ അക്കൗണ്ടിലേക്ക് 53 ലക്ഷം രൂപ പോയതിന്റെ ട്രാൻസ്ഫർ ചെയ്തതിന്റെ ആ ബില്ലും കാര്യങ്ങളും കാണിക്കൂടെ. അതോടെ കണ്ടു കഴിഞ്ഞപ്പോ രവീന്ദ്രന് ചന്ദ്രമതിക്കും എല്ലാവർക്കും മനസ്സിലായി. നീലിമ പറഞ്ഞു, സച്ചി പാവാണ്. സച്ചിയുമായിട്ട് ഞാൻ കുറച്ച് നാളത്തെ പരിചയം മാത്രമേ ഉള്ളൂ. പക്ഷെ സച്ചിയുടെ ചേട്ടൻ എന്ന് പറയുന്ന ഇവനുണ്ടല്ലോ പക്ക ഫ്രോഡാണ്. ഇവനേക്കാളും വലിയ ഫ്രോഡാണ് ശ്രുതി. ഇത്രയും നാളും ഈ പണം കിട്ടിയിട്ട് നിങ്ങളോടൊക്കെ മറച്ചു വെച്ചില്ലേ. ഞാൻ ചെയ്തൊരു തെറ്റാണ്. ഞാൻ ശ്രുതിയുടെ കയ്യിൽ നിന്ന് പണം അടിച്ചു മാറ്റിക്കൊണ്ട് പോയി. എന്റെ അപ്പോഴത്തെ സാഹചര്യം അതായിരുന്നു. പക്ഷേങ്കില് ഈ കുടുംബത്തിലുണ്ടായിട്ട് കുടുംബത്തിലെ അച്ഛനിട്ട് വരെ പണി കൊടുത്തവനാ ശ്രുതി. അങ്ങനെയുള്ള ഒരുത്തന് ഒരു കാരണവശാലും ഗതി പിടിക്കാൻ പോകുന്നില്ല. അതുകൊണ്ടാണല്ലോ വൈകിയാണെങ്കിലും സത്യങ്ങളൊക്കെ പുറത്തു വന്നേ. ഞാൻ പണം തിരികെ കൊടുത്തിട്ടും ആ പണം തിരികെ കിട്ടിയില്ല എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാരും പറ്റിച്ചോണ്ടിരിക്കുവായിരുന്നല്ലോ. ചന്ദ്രമതിക്ക് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം എന്ത് ചെയ്യണം, ഭൂമിയിലേക്ക് താണു പോയാൽ മതിയെന്നുള്ളൂ. ഇത്രയും കാലം വലിയ പൊക്കി പിടിച്ചു കൊണ്ടുവന്നാണ് ശ്രുതിയൊക്കെ. ഒരു നിമിഷം കൊണ്ടാ ഇല്ലാതായി മാറിയത്. പിന്നീട് നീലിമ എന്നിട്ട് സച്ചിയോട് പറഞ്ഞു, എന്നാ ശരി സച്ചി ഞാൻ ഇറങ്ങട്ടെ എന്ന് ചോദിച്ചു. സച്ചി പറഞ്ഞു, ഒത്തിരി നന്ദിയുണ്ട് ഇവിടെ വരെ വന്ന ഈ സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞതിന്. രവീന്ദ്രൻ പറഞ്ഞു, മോളെ ഒരു കാര്യം ഞാൻ പറയാം, ഇനി ആരുടെ ഇങ്ങനെ പണമൊന്നും അടിച്ചു മാറ്റാൻ ശ്രമിക്കരുത്. അങ്ങനെ കിട്ടുന്ന പണം നമുക്ക് ഒരിക്കലും ഉതകില്ല. ഇന്നല്ലെങ്കിൽ നാളെ അത് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമെന്ന് പറഞ്ഞു. എനിക്കതൊക്കെ മനസ്സിലായെങ്കിലേ ഞാനൊരു തെറ്റ് ചെയ്തു, അതിന് പ്രായച്ചിത്തം ചെയ്തെന്ന് പറഞ്ഞു. 50 ലക്ഷം രൂപയ്ക്ക് പലിശയും ചേർത്ത് 53 ലക്ഷം രൂപ ഞാൻ കൊടുക്കുകയും ചെയ്തു. പിന്നെ ഇപ്പൊ ഇവിടെ വന്ന് ഈ കാര്യങ്ങളൊക്കെ പറയാൻ കാരണക്കാരൻ സച്ചിയാണ്. സച്ചിക്ക് വേണം നന്ദി പറയാനെന്ന് പറഞ്ഞു. ഒടുവില് നീലിമ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ ചന്ദ്രമതി ദേഷ്യത്തോട് കൂടിയിട്ട് ശ്രുതിയുടെ അടുത്തേക്കുന്നു. ശ്രുതിയുടെ കോളറിന് അങ്ങോട്ട് കയറി പിടിച്ചു. ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞു. സത്യം പറടാ, നീ എന്തിനാ അത് ചെയ്തേ? 53 ലക്ഷം രൂപ നീ വാങ്ങിയിട്ട് നീ എന്തിനാ അത് എന്റെ നിന്ന് മറച്ചു വെച്ചു? ആ പണം എന്തിയേ? എനിക്കത് അറിയണമെന്ന് പറഞ്ഞു. രവീന്ദ്രൻ പറഞ്ഞു, ഞാനേ 10-35 വർഷക്കാലം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഉണ്ടാക്കിയ പണം അത്. എടാ അതങ്ങനെ നഷ്ടപ്പെട്ടു പോയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. വൈകിയാണെങ്കിൽ ആ സത്യങ്ങളൊക്കെ തിരിച്ചറിയാൻ പറ്റിയല്ലോ. ഈ സമയം ചന്ദ്രമതി ശ്രുതിയോട് ചോദിച്ചു, സത്യം പറയടാന്ന് പറഞ്ഞ് ശ്രുതിയുടെ കണ്ണത്തിന്റെ അടിക്കുവാണ്. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, അമ്മേ ഞാനത് എന്തിയടാ ആ പണം എന്ത് ചെയ്തു? അത് ഞാന് ഷോപ്പ് തുടങ്ങാൻ വേണ്ടിട്ടോ. അതേമേ ശ്രുതി പറഞ്ഞിട്ടാ അങ്ങനെയൊക്കെ ചെയ്തേ എന്ന് പറഞ്ഞു. ശ്രുതി പറഞ്ഞിട്ടോ? അതേമേ ശ്രുതി പറഞ്ഞോണ്ടാ ഷോപ്പ് തുടങ്ങാനായിട്ട്. ഇതൂടെ കേട്ട് കഴിഞ്ഞപ്പോ ചന്ദ്രമതിക്ക് ഇരട്ടി ദേഷ്യമായി. പിന്നീട് ചന്ദ്രമതി നേരെ ശ്രുതിക്ക് നേരെ തിരിയുവാണ്. അപ്പൊ ശ്രുതിയാണ് എല്ലാത്തിനും കാരണക്കാരി. ശ്രുതിയാണ് ഷോപ്പ് തുടങ്ങാനൊക്കെ പറഞ്ഞത്. പണം കിട്ടിയ കാര്യം ആരോടും പറയണ്ടെന്ന് പറഞ്ഞത്. ശ്രുതിയുടെ അടുത്ത് നിന്നിട്ട് ചന്ദ്രമതി ഒറ്റ അടിയായിരുന്നു അവളുടെ കർണം തീർത്ത്. പിന്നീടാണ് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയത്. സത്യം പറയടി, നീ എന്തിനാടി അങ്ങനെ ചെയ്തേ? പണം കിട്ടിയിട്ട് ആരോടും ഒരു വാക്കുപോലും പറയാതെ നീ ആ പണം മേടിച്ച് കീശയിലാക്കി. എന്നിട്ട് ഷോപ്പ് തുടങ്ങാന്ന് പറഞ്ഞു. നിന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് പണം കിട്ടിയെന്നല്ല നീയൊക്കെ പറഞ്ഞത്. അത് പിന്നെ അമ്മേ സത്യം പറയടി, നിന്റെ അച്ഛൻ പണം തന്നല്ലേ നീ ഞങ്ങളോട് എല്ലാവരോടും പറഞ്ഞേ? അതങ്ങനെയായിരുന്നു. അച്ഛന് കൃത്യസമയത്ത് പണം തരാൻ പറ്റിയില്ല. അച്ഛൻ ജയിലിലായിരുന്നല്ലോ. അപ്പം ഞാൻ നോക്കിയപ്പോ വേറെ മാർഗമില്ലായിരുന്നു. ഈ പണം ഉപയോഗിച്ച് ശ്രുതിക്ക് ഷോപ്പ് തുടങ്ങാം, എന്നിട്ട് അച്ഛൻ തരുമ്പം അത് അങ്കിളിനെ തിരിച്ചു കൊടുക്കാം എന്നൊരു ചിന്തയായിരുന്നു. എടി എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും കൊടുക്കുകയാണ് കർണത്തിനോട്ട് 2 എണ്ണോടെ.
നീ എന്താ വിചാരിച്ചോണ്ടിരുന്നേ? സത്യങ്ങളൊന്നും പുറത്തു വരില്ലെന്നോ? നിനക്ക് എങ്ങനെ തോന്നിയിട്ട് ഇതിങ്ങനെ ചെയ്യാനായിട്ട്? നീ എന്തിനാടി ഇതിങ്ങനെ ചെയ്തേന്ന് ചോദിച്ചു. അമ്മേ, അത് പിന്നെ സുധിയുടെ അവസ്ഥ കണ്ടിട്ടാ. എന്തവസ്ഥ കണ്ടിട്ട്? അത് സുധി പാർക്കിലൊക്കെ പോയിരിക്കുമായിരുന്നല്ലോ, ജോലിയും കൂലിയും ഒന്നും ഇല്ലാതെ. അവന് വിദ്യാഭ്യാസം ഉണ്ടെന്നുള്ളൂ, കാരണം വിവരവും കാര്യങ്ങളും ഇല്ല. ശ്രുതി തന്നെ അത് പറഞ്ഞു. ശ്രുതി അന്താളിപ്പോട് കൂടി നിൽക്കുകയാണ്. കാരണം അവൻ കുറെ ജോലികളൊക്കെ ചെയ്തു, പലയിടത്തും അവനെ ഞാൻ കയറ്റിവിട്ടു. വേക്കൻസികൾ കണ്ടിടത്തൊക്കെ ഇന്റർവ്യൂവിന് പോയി. പക്ഷെ അവനൊന്നും സെറ്റായില്ല. ഒടുവിൽ എനിക്ക് തോന്നി ഇതുപോലൊരു ബിസിനസ് തുടങ്ങുവാണെങ്കിൽ നല്ലതായിരിക്കുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അവന് വേണ്ടിയിട്ട്, അവന്റെ നല്ലതിന് വേണ്ടിയിട്ട്. ഈ പറയുന്ന അമ്മയ്ക്കൊക്കെ അവൻ നന്നായി കാണണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേങ്കില് അമ്മ ഇതുവരെയായിട്ടും അവന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തോന്ന് ചോദിച്ചു. അതുകൂടെ കേട്ടുകഴിഞ്ഞപ്പോ ചന്ദ്രമതിക്ക് ഇരട്ടി ദേഷ്യമേ. നീ എന്താടി പറഞ്ഞെന്ന് ചോദിച്ചോണ്ട് പിന്നെ അവളെ പിടിച്ചിട്ട് അടിക്കുകയാണ്. ഒടുവിൽ ശ്രുതി നിലത്തേക്ക് വീണു. അപ്പോഴേക്കും രവീന്ദ്രൻ ഓടി വന്ന് തടഞ്ഞു. എന്താ ചന്ദ്രൻ, നീ എന്താ കാണിക്കണമെന്ന് ചോദിച്ചു. ഇവളെ ഞാൻ അടിച്ചാൽ ശരിയാക്കുമെന്ന് പറഞ്ഞു. ശ്രുതിക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല പോലും. ഇത്രയും കാലം ഞാൻ അവന് വേണ്ടി ചെയ്ത എന്താന്ന് ഇവള് കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. എടി, ആ പണം എന്റെ ഈ കിട്ടുമായിരുന്നെങ്കിലോ ശ്രുതിക്ക് വേണ്ടി ഞാൻ ചെയ്താനും. എന്നിട്ട് സ്വന്തമായിട്ട് എല്ലാം കൈകാര്യം ചെയ്തിട്ട് ഇപ്പൊ നാണം ഉണ്ടോടി നിനക്ക് ഇങ്ങനെയൊക്കെ നിന്ന് പറയാനെന്ന് പറഞ്ഞു. അതേ സമയത്ത് സച്ചി പറഞ്ഞു, അമ്മേ, ഒരാളെ മാത്രം ശിക്ഷിച്ചിട്ട് കാര്യമില്ല, രണ്ടുപേർക്കും ബാധകം അതെന്ന് പറഞ്ഞു. ഇവളായിരുന്നല്ലോ മെയിന്, ഇവൾക്കിട്ട് വേണം കൊടുക്കാനായിട്ട്. ഇവള് പറഞ്ഞിട്ടല്ലേ സുധി ആ കാര്യങ്ങളൊന്നും എന്നോട് പറയാതിരുന്നേ. അല്ലെങ്കിൽ എന്റെ മോൻ എന്നെ ഒന്നും ഒളിച്ചു വെക്കുന്നതല്ല. ഇവളാന്റെ എല്ലാത്തിനും കാരണക്കാരി. നിന്നെ ഞാനുണ്ടല്ലോ, എന്റെ കൺമുനി പോലും കണ്ടേക്കരുത്. ഇറങ്ങി പോടി ഇവിടുന്ന് പറഞ്ഞോണ്ട് കഴുത്തിന് പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരുവാണ്. അപ്പോഴേക്കും രവീന്ദ്രൻ തടഞ്ഞു. എന്താ ചന്ദ്രൻ, നീ എന്താ കാണിക്കണമെന്ന് ചോദിച്ചു. പിന്നെ ഞാൻ എന്ത് ചെയ്യണം രവിയേട്ടാ? ഇവളെ ഇവിടെ വാഴിക്കണോ? ഇത്രയും വലിയ തെറ്റ് ചെയ്തവളെ ഇവിടെ നിർത്തണം. കുറച്ചു മുമ്പ് വരെ ഞാൻ രേവതിയോട് പറഞ്ഞു ശ്രുതിയെ കണ്ടുപിടിക്കണമെന്ന്. അവള് വലിയ പണക്കാരി വീട്ടിലെ പെണ്ണാണ്. അത് മാത്രമല്ല അവള് സത്യസന്ധയൊക്കെയാന്ന്. ഇപ്പൊ കണ്ടില്ലേ, എല്ലാവരുടെ മുന്നിൽ നീ എന്നെ നാണം കെടുത്തിയില്ലേന്ന് ചോദിച്ചു. അമ്മേ, അത് പിന്നെ ഞാന് വേറൊരു നിവൃത്തി ഇല്ലാത്തോണ്ടാ. ശ്രുതിക്ക് വേണ്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. ശ്രുതിയുടെ നല്ലതിന് വേണ്ടിയിട്ടാ. നീ കൂടുതലും നല്ലതും ചീത്തയൊന്നും നോക്കണ്ട, എന്റെ കൺമുന്നിൽ പോലും കാണണ്ടാന്ന് പറഞ്ഞു. രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്രൻ, ഇനി അവളെ അടിക്കണ്ട എന്ന് പറഞ്ഞു. അടിക്കണ്ടെന്നോ? ഇത്രയും വലിയ തെറ്റ് ചെയ്തവളെ പിന്നെ ഞാൻ എന്താ പൂവിട്ട് പൂജിക്കണോ? ഇവിടെ എന്താ ഏതാന്നൊക്കെ എനിക്ക് മനസ്സിലായി. എടി, അതും പോരാഞ്ഞിട്ട് നീ കള്ളത്തരം പറഞ്ഞിരിക്കുന്നു. അവൾ അവളുടെ അച്ഛൻ്റെ അടുത്തുനിന്ന് കിട്ടിയ പണം വന്ന്, അതുകൊണ്ടാണ് ഷോപ്പ് തുടങ്ങിയെന്നൊക്കെ. ഈ സമയം സച്ചി പറഞ്ഞു, അമ്മേ, എന്റെ ഭാര്യയ്ക്ക് അധികം പണവും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ഇന്നും അവൾ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. 1 രൂപയുടെ പോലും തിരിമറിയും കാര്യങ്ങളും നടത്തുവോ ഒരു കള്ളത്തരമൊന്നും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ വെച്ച് നോക്കുമ്പോ എന്റെ ഭാര്യയെ പൂവിട്ട് പൂജിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും വർഷ വന്നിട്ട് പറഞ്ഞു, ശ്രുതി ചെയ്ത ശരിയായിട്ടുള്ള കാര്യമല്ല, ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. ആ പണം അച്ഛന്റെ പണമല്ലേ, അത് തിരികെ കൊണ്ടേ കൊടുക്കണമായിരുന്നു. പിന്നീട് എല്ലാവരും കൂടെ ആലോചിച്ചിട്ട് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കണമായിരുന്നു. അതിന് പകരം സ്വന്തം ഭർത്താവിന് കടയിട്ട് കൊടുക്കാൻ തീരുമാനിച്ചു. ആ പണത്തിന് ഇവിടെ എല്ലാവർക്കും അർഹതയുണ്ട്. സുധിയേണ്ണും ശ്രീകാന്തിനും സച്ചേണ്ണും എല്ലാവർക്കും അർഹതയുള്ള ആ പണമാണ് നിങ്ങൾ എടുത്തിരിക്കുന്നത്. അച്ഛനോട് പോലും ഒരു വാക്ക് പോലും ചോദിക്കാതെ നാനാ വഴിക്കുന്ന എല്ലാവരും കൂടെ കുറ്റപ്പെടുത്തുവാണ്. പിന്നീട് ചന്ദ്രമതി ദേഷ്യപ്പെട്ട് ശ്രുതിയോട് സംസാരിക്കുന്ന സമയത്ത് വർഷ പറഞ്ഞു, അമ്മേ, ഒരാളോട് മാത്രം ദേഷ്യപ്പെട്ട് കാര്യമില്ല, ഇതിനകത്ത് സുധിയേണ്ണും പങ്കുണ്ട്. സുധിയേണ്ണും കൂടെ പങ്കാളിയല്ലേന്ന് ചോദിച്ചു. ഒടുവില് വീണ്ടും ശ്രുതിയെ തല്ലാൻ തുടങ്ങിയപ്പോ രവി എന്നാണ് ശ്രുതിയോട് പറഞ്ഞു, ശ്രുതി, നീ മുറിയിലേക്കാനും കയറി പോകാൻ നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഒടുവില് ശ്രുതി മുറിയിലേക്ക് കയറിപ്പോയി. ആ സമയത്ത് ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ശ്രുതി പെട്ടെന്ന് മുറിയിലേക്ക് കയറി പോകാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോ ചന്ദ്രമതി പിടിച്ചു. എങ്ങോട്ടാ നീ പോണേന്ന് ചോദിച്ചു. അല്ലമ്മേ, അവള് വിഷമിച്ച് മാറി നിൽക്കണം അങ്ങോട്ടെന്ന് പറഞ്ഞോണ്ട് ശ്രുതി അങ്ങോട്ട് പോയി മാറ്റിവിട്ടു. അവനെ ആശ്വസിപ്പിക്കാൻ പോയേക്കുന്നു. മുറിയിലേക്ക് കാലുകുത്തിയാ നിന്റെ മുട്ടുകാലയാൻ വിട്ടു പറഞ്ഞു. രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്രൻ, നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? കഴിഞ്ഞത് കഴിഞ്ഞു, ഇനിയിപ്പോ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമുണ്ടോന്ന് ചോദിച്ചു. പിന്നെ എന്നോട് കള്ളത്തരം കാണിച്ച് എനിക്ക് സഹിക്കാനും ക്ഷമിക്കാനും പൊറുക്കാനും പറ്റുന്ന കാര്യമൊന്നും അല്ലെന്ന് പറഞ്ഞു. അതിപ്പോ ആരാണെങ്കിൽ ശരി. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ രേവതി അടുക്കള ജോലി ചെയ്യാനാണ്. അപ്പോഴേക്ക് സച്ചി അങ്ങോട്ട് വന്നു. രേവതി പറഞ്ഞു, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല സച്ചിയേട്ടാ, ശ്രുതിയും കൂടെ ഇങ്ങനത്തെ ഒരു പരിപാടി കാണിക്കുമെന്ന് ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലെന്ന് പറഞ്ഞു. എന്റെ മോളെ, ഇതല്ല ഇതിലപ്പുറവും നടക്കൂന്ന് പറഞ്ഞു. കണ്ടില്ലേ ഇപ്പൊ സംഭവിച്ചത്? ശ്രുതിനേക്കാളും വലിയ ഫ്രോഡാ ഈ പാർലറെടുത്തിന്ന് പറഞ്ഞു. എനിക്ക് നേരത്തെ അത് മനസ്സിലായ കാര്യം, ഇപ്പോഴല്ല മുമ്പേ എനിക്ക് മനസ്സിലായ കാര്യമെന്ന് പറഞ്ഞു. എന്നാലും സച്ചേട്ടാ, എങ്ങനെ ഇത് സാധിച്ചു? വീണ്ടും നീലിമയെ കാണുകയും, നീലിമ സച്ചേട്ടൻ നേരത്തെ ഓട്ടം വിളിച്ചിട്ടുണ്ട്, വീണ്ടും സച്ചേട്ടൻ തന്നെ ഈ തവണ വന്നപ്പോ ഓട്ടം വിളിച്ചേ. അതെ, അതാണ് എന്റെ പ്രത്യേകത. ഒരു തവണ ഓട്ടം വിളിച്ച ആൾക്കാർ വീണ്ടും എന്നെ വിളിക്കും, എന്നെ ഓർത്ത് വെച്ച് വിളിക്കും. ഞാൻ അവരുമായിട്ട് ഇടപെടുന്ന അങ്ങനെയല്ലേന്ന് ചോദിച്ചു. പിന്നെ അത്ര വലിയ വർത്താനൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. പിന്നെ
ഇപ്പോഴിത് കണ്ടുപിടിക്കാൻ കാരണം ആ കൂളിംഗ് ഗ്ലാസ് ആന്ന് പറഞ്ഞു. കൂളിംഗ് ഗ്ലാസ്സോ? അതേന്നെ, ആ കൂളിംഗ് ഗ്ലാസ് നീലിമ തന്നോണ്ടല്ലേ ഫോട്ടോ എടുത്തോണ്ടല്ലേ ദേവ് മേടിച്ച് ഫോൺ മേടിച്ച് നോക്കിയത്. അപ്പോഴല്ലേ നീലിമ ഞാൻ തമ്മിലുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണുന്നേ. അതുകൊണ്ടായി കാര്യങ്ങളൊക്കെ സംഭവിച്ചേ. അല്ലായിരുന്നെങ്കിൽ ഇപ്പോഴും സത്യങ്ങളൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ലായിരുന്നു പറഞ്ഞു. രേവതി പറഞ്ഞു, അത് സത്യമുള്ള പണമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ അത് കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ശ്രീകാന്തും വർഷ അങ്ങോട്ട് വന്നു. വർഷയോട് രേവതി ചോദിച്ചു, അല്ല ശ്രുതി മുറിയിൽ നിന്ന് ഇറങ്ങിയെന്ന് ചോദിച്ചു. ഇല്ല, മുറിക്കാത്ത തന്നെയാന്ന് പറഞ്ഞു. ശ്രീകാന്ത് പറഞ്ഞു, പെട്ടെന്നൊന്നും ഇറങ്ങുമെന്ന് തോന്നുന്നില്ല മുറിയിൽ നിന്ന്. അപ്പോഴേക്കും വർഷ പറഞ്ഞു, എന്നാലും ഇത് കുറച്ച് അന്യായി കാണിച്ചു വെച്ചത്, ഇങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. ഇത്രയും കാലം എല്ലാവരും പറ്റിക്കുമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സച്ചു പറഞ്ഞു, ഇതിലപ്പുറം ചെയ്യുന്നവരാ അവര്, അറിയാലോ അവരുടെ സ്വഭാവം എന്താ ഏതാന്നൊക്കെ. ശ്രുതി ഒരു ഫ്രോഡാന്നറിയാം, എന്നാലും ശ്രുതിക്ക് കിട്ടിയേക്കുന്ന ഭാര്യ അതിനേക്കാളും വലിയ ഫ്രോഡാണ്. ചക്കിക്കൊത്ത ശങ്കരെന്ന് പഴമക്കാര് പറയില്ലേ എന്ന് പറഞ്ഞ പോലെ ഏത് രണ്ടുപേരും കൂടെ ചേരുന്നു പറഞ്ഞു. ഇങ്ങനെയാണെങ്കിൽ രണ്ടുപേരും കൂടെ ചേർന്ന് മിക്കവാറും നമ്മളെയും കൂടെ വിറ്റ് പൈസ ഉണ്ടാക്കിയാണ്. കണ്ടില്ലേ എത്ര ലക്ഷം രൂപ അടിച്ചു മാറ്റാൻ ശ്രമിച്ചേ, എന്നിട്ടോ ഒന്നും അറിയത്തില്ലാത്ത മട്ടിൽ ഇത്രയും നാളും കഴിയുമല്ലായിരുന്നു എന്ന് ചോദിച്ചു. അത് ശരിയാ, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എന്താ നമുക്ക് നോക്കാന്ന് പറഞ്ഞു. അമ്മയ്ക്ക് എന്താണുള്ള ദേഷ്യമാണെന്ന് ശ്രീകാന്ത് പറഞ്ഞു. എടാ, അമ്മയുടെ ദേഷ്യം എന്താണെന്നറിയോ? ശ്രുതി സാധാരണ എല്ലാ കാര്യങ്ങളും അമ്മയോട് പറയുന്നതല്ലേ, പക്ഷെ ഈ കാര്യം പറഞ്ഞില്ലല്ലോ. പണം എടുത്തോണ്ട് പോയതൊന്നുമല്ല അമ്മയെ ബാധിക്കുന്ന കാര്യം. ശ്രുതി സത്യങ്ങളൊന്നും പറഞ്ഞില്ല, അതൊക്കെ അമ്മേനെ ദേഷ്യം പിടിപ്പിച്ചേന്ന് പറഞ്ഞു. അല്ല, ഇനിയിപ്പം ശ്രുതിയെടുത്തില്ല കാര്യം കഷ്ടപ്പുകയാൻ തന്നെ, ഇനി ഇവിടെ നിർത്തുമോന്ന് ചോദിച്ചു വർഷ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സച്ചി പറഞ്ഞു, അമ്മയല്ലേ ആള്, പിന്നെ പണം ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഇവിടെ നിർത്തിയേക്കും, പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഇറക്കി വിടുമോന്ന് പോലും അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. അതോടൊപ്പം തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടെ, ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.